പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് GNP ആണ്. NNP ആണ്. NNP ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. NNP അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. NNP is you purchase is it a purchase computer and the sell it the next year will you which amount the same calculate the same amount the spend while purchasing it. Why? Similarly, with time, machinery and other things suffer from wear and tear. The cost incurred to the remedies this year and tear is termed as depreciation charge. Depreciation charges. The depreciation charges are taken into consideration while calculating the national income. When we deduct the depreciation charges, it is from the gross domestic product. We get the net national product. Technically, the net national product, it is considered as the national income. So, നമ്മൾ അടുത്തതായിട്ട് ഇനി നോക്കാൻ പോകുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നമാണ്. എന്താണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ആശയമാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെ മൊത്തദേശീയ ഉൽപ്പന്നം അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP എന്നാണ് പറയുന്നത്. നമ്മൾ ഈ വർഷം ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങി അടുത്ത വർഷം നമ്മൾ ആ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ നമ്മൾ വിറ്റു എന്നിരിക്കട്ടെ. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ആ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക്
അതിന് നമുക്ക് ആ ഒരു ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങിയ വില നമുക്ക് ലഭിക്കുകയില്ല. ആ വാങ്ങിയ വില നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. അങ്ങനെ നമ്മൾ വാങ്ങിയ വില നമുക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളുണ്ട്, പലതരത്തിലുള്ള യന്ത്ര സാമഗ്രികളുണ്ട്. ആ യന്ത്ര സാമഗ്രികൾ നമ്മൾ വാങ്ങുകയും വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ചെയ്തതിന് ശേഷം ചിലപ്പോൾ അത് നമ്മൾ വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ വിൽക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് നാൾ ചിലപ്പോൾ അത് ഉപയോഗിക്കും. നമ്മളെ മൊബൈൽ ഫോൺ ആകട്ടെ, മറ്റ് യന്ത്രോപകരണങ്ങളാകട്ടെ, ആ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് തേയ്മാനം സംഭവിക്കുന്നു, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ആ ഡിപ്രീസിയേഷനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഡിപ്രീസിയേഷനെ പരിഹരിക്കാനായിട്ട് നമുക്കൊരു ചിലവ് വരുന്നുണ്ട്. ഇതിനെയാണ് തേയ്മാന ചിലവ് അഥവാ ഡിപ്രീസിയേഷൻ ചാർജസ് എന്ന് പറയുന്നത്. ചാർജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ദേശീയ വരുമാനം കൺസിഡേർഡ് ചെയ്യുമ്പോൾ നാഷണൽ ഇൻകം കൺസിഡേർഡ് ടു ഡിപ്രീസിയേഷൻ ചാർജസ്, ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കുമ്പോൾ തേയ്മാന ചിലവിനെയും അതിന് പരിഗണിക്കാറുണ്ട്. മനസ്സിലായോ? മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും അഥവാ GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ, അതായത് ഡിപ്രീസിയേഷൻ ചാർജ് കുറയ്ക്കുകയാണെങ്കിൽ കിട്ടുന്നതിനെയാണ്, അത് ലഭ്യമാകുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ല, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ടെക്നിക്കലായിട്ട് NNP ആണ് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത്. സാങ്കേതികമായിട്ട് NNP ആണ് ഇവിടെ ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നം സമം, അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഈക്വൽ മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജസ്. അതായത് ശ്രദ്ധിക്കുക, ദ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് ദ ഡിപ്രീസിയേഷൻ ചാർജസ്. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ ഒന്ന് മനസ്സിരുത്തിയിരിക്കുക. NNP is equal to GNP minus depreciation charges. We are discussing in our next topic is per capita income അഥവാ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നു. per capita income അഥവാ പ്രതിശീർഷ വരുമാനം എന്ന് പറയാം. When we divided by national income by population,
we get per capita income. Did you have to know the economic growth position of a country and compare it with other countries? ഇവിടെ നോക്കുക, താഴെ ഒരു ബോക്സിലായിട്ട് the per capita income is equal to the per capita income per capita income is equal to national income divided by total population. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം എന്ന വിഷയമാണ്. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം ഈ പ്രതിശീർഷ വരുമാനം നമ്മൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാം. കമ്പയർ ടു കൺട്രി ടു അനദർ കൺട്രീസ്. അതേപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നില അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, അതിന്റെ സാമ്പത്തിക നില എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താനും പ്രതിശീർഷ വരുമാനം നമ്മെ സഹായിക്കുന്നുണ്ട്. അതായത് പ്രതിശീർഷ വരുമാനം സമം ദേശീയ വരുമാനം ഹരിക്കണം ആകെ ജനസംഖ്യ. ശ്രദ്ധിക്കുക, ഈ സമവാക്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ പറയാം. പ്രതിശീർഷ വരുമാനം സമം അഥവാ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ഹരിക്കണം ആകെ ജനസംഖ്യ. ഒന്നും കൂടെ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇക്വേഷൻ പറയാം. ശ്രദ്ധിക്കുക. പ്രതിശീർഷ വരുമാനം സമം ദേശീയ വരുമാനം ഹരിക്കണം ആകെ ജനസംഖ്യ. ഇതാണ് മലയാളത്തിലെ ആ ഇക്വേഷൻ. ഇംഗ്ലീഷിലെ ആ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം divided by total population. How to calculate the national income അഥവാ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇനി അതാണ് നോക്കാൻ പോകുന്നത്. അതായത് എങ്ങനെ ഇത് കണക്കാക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് the economic condition of a country increase calculated basis on the national income. It is necessary to increase production for economic prosperity. When production increase, the rewards of factors of production like land, labor, capital and organization also increases. The increase the rewards such as rent, wages, interest and profit. As in increase comes consumption and investment. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ദേശീയ വരുമാനം എപ്രകാരം കണക്കാക്കുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എപ്പോഴും കണക്കാക്കുന്നത് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു രാജ്യത്തിന് എപ്രകാരം സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു എന്നും ആ സാമ്പത്തിക വളർച്ച എപ്രകാരം ഉണ്ടായി, അല്ലെങ്കിൽ അത് എത്രത്തോളം താഴ്ന്നു നിൽക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെയാണ്. അപ്പോൾ ദേശീയ വരുമാനം എപ്രകാരം കണക്കാക്കുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെയാണ് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത, ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എപ്രകാരം നിൽക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇപ്രകാരം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിക്കഴിയുമ്പോൾ ആ സാമ്പത്തിക അഭിവൃദ്ധി എപ്രകാരം ഉൽപാദന വർധനവുണ്ടാക്കുന്നു എന്നും, അങ്ങനെ ഉൽപാദന വർധനവുണ്ടാകുമ്പോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദക ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പല ഘടകങ്ങളുണ്ട് ഉൽപാദനത്തിന്, പ്രൊഡക്ഷന്. പല ഘടകങ്ങൾ ചേർന്നാണ് പല ഉൽപാദന ഉപാധികൾ ചേർന്നാണ് ഉൽപാദനം നടക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ 6ാം ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ചെറിയ രൂപം പഠിച്ചിട്ടുണ്ടാവും. അതായത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി അഥവാ ലാൻഡ്, തൊഴിൽ അഥവാ എംപ്ലോയ്മെന്റ്, മൂലധനം അഥവാ ക്യാപിറ്റൽ, അതേപോലെ തന്നെ സംഘാടനം അഥവാ ഓർഗനൈസേഷൻ എന്നിവയുടെ പ്രതിഫലവും വർദ്ധിക്കുന്നു. എന്തൊക്കെയാണ് ഈ പ്രതിഫലങ്ങളെന്ന് ഞാൻ മുമ്പ് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ പറഞ്ഞു. പാട്ടം അഥവാ റെന്റ്, കൂലി അഥവാ വേജസ്, പലിശ അഥവാ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അഥവാ ലാഭം എന്നിവ വർദ്ധിക്കുന്നു. എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉപഭോഗം അതുപോലെ തന്നെ നിക്ഷേപം എന്നിവയ്ക്കായിട്ട് കൂടുതൽ തുക ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നു.
അതായത് ഉൽപാദനം, വരുമാനം, ചെലവ്. അതായത് പ്രൊഡക്ഷൻ, ഇൻകം, കോസ്റ്റ്. ഉൽപാദനം, ഉപഭോഗം, ചെലവ് എന്നിവ മൂന്നെണ്ണവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. എന്നിവ മൂന്നെണ്ണവും പരസ്പര പൂരകങ്ങളായ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഘടകങ്ങളാണ്. അപ്പോൾ ഇത് നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 3 രീതികളാണ് അവലംബിച്ച് പോരുന്നത്. അവ യഥാക്രമം: 1 ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്, രണ്ടാമത്തേത് ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി, മൂന്നാമത്തേത് ചെലവ് രീതി അഥവാ കോസ്റ്റ്. അവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ആ കർവ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏകദേശം ഒരു രൂപം കിട്ടും. ഈ ലൈവ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് എനിക്കത് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ കർവ് നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ ഒന്നും കൂടെ നോക്കാം. നാളെ രാവിലെ ഉണ്ടല്ലോ ക്ലാസ്, അപ്പോൾ നോക്കാം. അതെ, നോക്കുക. ഇൻകം ഇൻക്രീസ്ഡ്, എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ്, പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. അഥവാ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് വരുമാനം വർദ്ധിക്കുന്നു, ചെലവ് കൂടുന്നു, ഉൽപാദനം കൂടുന്നു. അതായത് പ്രൊഡക്ഷൻ ഇൻകം ആൻഡ് expenditure are interrelated. There are 3 methods. For estimating national income. The first, the production method അഥവാ ഉൽപാദന രീതി. The second, income method അഥവാ ചെലവ് രീതി. ഇൻകം മെത്തേഡ് അഥവാ ചെലവ് രീതി, വരുമാന രീതി. മൂന്നാമത്തേത് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി. അപ്പോൾ നോക്കുക, ഉൽപാദന രീതി, ചെലവ് രീതി, വരുമാന രീതി എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണ് ഇതിന് ഉള്ളത്. അത് കുറച്ചും കൂടെ ഞാൻ വിശദമാക്കി പറഞ്ഞു തരാം. ഇത് ലൈവ് ക്ലാസ് അല്ലാത്തത് കൊണ്ട് ചില പരിമിതികളുണ്ട്. അത് മറികടക്കുന്നതിനായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. തൽക്കാലം ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നമുക്ക് ഇടിമഴയാവുമ്പോൾ അവലംബിക്കേണ്ടതായിട്ട് വരും. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, വരുമാനം വർദ്ധിക്കുന്നു. നോക്കുക, വരുമാനം വർദ്ധിക്കുന്നുണ്ട്, ചിലവും വർദ്ധിക്കുന്നുണ്ട്. നോക്കുക, ഉൽപാദന രീതി അഥവാ 3 മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല
എന്നീ 3 മേഖലകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യം, ടോട്ടൽ മണി വാല്യൂസ്, ആ ടോട്ടൽ മണി വാല്യൂ അഥവാ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്ന്, അതിൽ തന്നെ ഏത് മേഖലയാണ്, പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ, ഈ 3 മേഖലകളിൽ ഏതാണോ കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്ന് കണ്ടെത്താനും അത് നമുക്ക് വിലയിരുത്താനും ഉൽപാദന രീതി, ഈ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മളെ സഹായിക്കും. മനസ്സിലായല്ലോ? ഇതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപാദന രീതി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് മെത്തേഡ് ഒന്നും കൂടെ. Under the product method, the national income is calculated by earning of the money value of goods and services produced by the primarily, secondary and tertiary sector is used for the assessing of our contributions of each of the sectors towards the national income. It is so used to analyze the why which sector the contributes the most to national income. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതിയാണ്. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപാദന രീതിയാണ് നോക്കിയത്. അല്പം സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു. സോ നിങ്ങളുടെ പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ടാണ് ക്ലാസ് എടുത്ത് ഇത്ര പെട്ടെന്ന് അങ്ങ് പോകുന്നത്. സോ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കാണുക. എന്നിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. സോ അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും ഭാഗം കൊണ്ട് നിർത്താം. ബാക്കി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ രാവിലെ 6 മണിക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്തായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോ ഗുഡ് നൈറ്റ്.